ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡിലോട്ട് നേരെ പോയാലോ. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡിൽ കാണിക്കുന്ന നേരം സ്റ്റാർട്ടിങ് തന്നെ കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ സോണ് പോലീസ് സ്റ്റേഷൻ്റെ പുറത്തിരിക്കുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ ഇന്ന് അവിടെ നിന്നാണ് കണ്ടിന്യൂ ചെയ്യുന്നത്. നമ്മുടെ സോണിന് എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല. ആപ്പടെ ഡെസ്പൈ അവിടെ ഇരിക്കുകയാണ്. അപ്പോൾ നമ്മളെ ഓങ്സ് അവിടെയൊക്കെ വന്നിട്ട് കൈ നീട്ടാണ്. അപ്പോൾ സോൺ ചോദിക്കുന്നത്, നീ എന്തിനാ തിരിച്ചു വന്നത്? നീ അല്ല എന്നോട് പോലീസ് സ്റ്റേഷനിൽ വിട്ടിട്ട് പോയോ? പിന്നെ എന്തിനാണ് ചോദിക്കുന്നത്. ശരി, ഞാൻ വിട്ടിട്ട് പോയില്ല എന്ന് പറയുന്നില്ല, പക്ഷേ എനിക്ക് നിന്നെ ഹെൽപ്പ് ചെയ്യാൻ തോന്നുന്നുണ്ട്. നീ വരുന്ന എൻ്റെ കൂടെ എന്ന് ചോദിക്കാം. എന്തിനാ? നീ പിന്നെ എന്നെ പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയി വിടാനല്ലേ എന്ന് ചോദിക്കണം. അങ്ങനെയൊന്നുമില്ല, ഞാൻ എന്നെ കൂടെ കഴിയുന്ന ഹെൽപ്പ് ഞാൻ നിനക്ക് ചെയ്യാം. എന്ത് ഹെൽപ്പാണ് നീ ചെയ്യാൻ പോണേ? എനിക്കറിയില്ല, പക്ഷേ എന്തെങ്കിലും ഒരു ഹെൽപ്പ് ഞാൻ നിനക്ക് വേണ്ടി ചെയ്യാം. ശരി, ഓക്കെ. അപ്പോൾ സൂൺ പറയുന്നുണ്ട്, സാർ നീ ആരെയും പെട്ടെന്ന് വിശ്വസിക്കാൻ പാടുന്നില്ല അങ്ങനെ പറയും. അപ്പം ശരി, ഒരു കാര്യം ചെയ്യാം, ഞാൻ നിനക്കിന്ന് രാത്രി താമസിക്കാനുള്ള സ്ഥലം ഞാൻ അറേഞ്ച് ചെയ്ത് തന്നാലോ? എൻ്റെ സ്ഥലത്തേക്ക് എൻ്റെ വീട്ടിലോട്ട് ഞാൻ കൂട്ടിയിട്ട് പോയാലോ എന്ന് ചോദിക്കുന്നത്. അപ്പോൾ സൂൺ ചോദിക്കുന്നത്, നീ ശരിക്കും കൂട്ടിയിട്ട് പോകുമോ? കണ്ടോ, നീ എന്നെ പെട്ടെന്ന് വിശ്വസിക്കുന്നുണ്ട് ആൾക്കാരെ, എന്നിട്ടാണ് നീ എന്നെ പറയുന്നത്. പക്ഷെ പേടിക്കണ്ട, ഞാൻ നിന്നെ പറ്റിക്കൊന്നുമില്ല, നിനക്ക് എൻ്റെ കൂടെ വരാം അങ്ങനെ പറഞ്ഞിട്ട് നമ്മുടെ സൂണിൻ്റെ കുട്ടി ഓങ്സ വന്നിട്ട് പോകുന്നുണ്ട്. പോയിട്ട് നേരെ ഒരു കോഫി ഷോപ്പിൻ്റെ മുന്നോട്ട്. അപ്പോൾ സൂൺ ചോദിക്കണ്ടേ, നീ എന്തിനാ എന്നെ ഇവിടെ കൂട്ടിയിട്ട് വന്നത്? എന്താ സംഭവം ഇവിടെ എന്ന് ചോദിക്കും. അപ്പോൾ ഓങ്സ പറയും, ഞാൻ ഇവിടെയാണ് വർക്ക് ചെയ്യുന്നത്, ഇതൊരു കോഫി ഷോപ്പാണ്, നിനക്ക് വന്നിട്ട് ഇവിടെ തന്നെ താമസിക്കാം. അയ്യോ, നിൻ്റെ ഓണർ ചീത്ത പറയില്ലേ, വഴക്ക് പറയില്ലേ, എന്താ ചെയ്യുമോ? കോഫി ഷോപ്പിലൊക്കെ എങ്ങനെ സ്റ്റേ ചെയ്യാൻ പറ്റുക അങ്ങനെ ചോദിക്കാൻ തോന്നുന്നു. അപ്പം ഓങ്സ് പറയും, അതൊന്നും കുഴപ്പമില്ല, ഞാൻ ഓണറിനോട് ഇൻഫോം ചെയ്തുകൊണ്ട് ഇവിടെ റൂമൊക്കെ ഉണ്ട്, നിനക്ക് താമസിക്കുക, കുഴപ്പമൊന്നുമില്ല, നീ വാ എന്ന് പറഞ്ഞാൽ അവനെ കൂട്ടിയിട്ട് പോകുന്നുണ്ട്. കൂട്ടിയിട്ട് പോയിട്ട് മേലെ റൂമുണ്ട്, നീ അവിടെ പോയി നിൽക്കുക, ഞാൻ പോയി ഓണറിനെ പോയി കാര്യങ്ങളൊക്കെ സംസാരിച്ചിട്ട് വരാം അങ്ങനെ പറഞ്ഞിട്ട് നമ്മുടെ ഓങ്സ് വന്നിട്ട് ഓണറിനെ കാണാനും അതേപോലെ സൂണിനെ വന്നിട്ട് റൂമിലോട്ടും പറഞ്ഞേക്കുന്നുണ്ട്. റൂമിലോട്ട് പോയി നമ്മുടെ അതായത് അവനിക്കിപ്പോൾ എന്താ നടക്കുന്നതെന്ന് അറിയില്ല, ഒരു സ്വപ്നം എന്ന പോലെയാണ് നമ്മുടെ സൂണെല്ലാം ഫീൽ ചെയ്യുന്നത് കേട്ടോ. നമുക്ക് ഓങ്സിനെ പിന്നെയും കണ്ടതിലൊരു സന്തോഷം കാര്യങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെ ആ റൂമിൽ പോയി നിൽക്കുമ്പോൾ ഓങ്സ് തിരിച്ച് വരുന്നുണ്ട്. അതെ, ടി വി വന്നിട്ട് നാശമായി, ഞാൻ നിനക്ക് വേണ്ടി നാളെ അത് റെഡിയാക്കി തരാം, നീ ഉണ്ടാക്കില്ലെങ്കിൽ നിനക്ക് പ്രശ്നമൊന്നുമില്ലെങ്കിൽ നീ റേഡിയോ കേട്ടോ, റേഡിയോ നല്ല വർക്കാവും അങ്ങനെ പറഞ്ഞു. ശരി, ഓക്കെ. ഇപ്പം എന്താ ചെയ്യണ്ടേ എന്ന് ചോദിക്കും. അപ്പോൾ ഇവിടെ നീ താമസിച്ചോ, കുഴപ്പമൊന്നുമില്ല, ഞാൻ ഓണറിനെ ഇൻഫോം ചെയ്തിട്ടുണ്ട്, നിനക്ക് റെൻറ്റ് തരാൻ പറ്റുന്നുണ്ടെങ്കിൽ റെൻറ്റ് തന്നോ, റെൻറ്റ് തന്നില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല, ഇനി ബാക്കിയുള്ള കാര്യങ്ങൾക്ക് നാളെ ആലോചിക്കുക, ഇന്ന് ഫ്രീ ആയിട്ട് നീ ഉറങ്ങാൻ നോക്ക് അങ്ങനെ പറയും. അപ്പോൾ സൂൺ പറയും, ശരി എന്നാൽ നീ വീട്ടിലോട്ട് പോകും. അപ്പോൾ പറയും സൂണ്, ഓങ്സ് പറയും, ഞാൻ നിനക്ക് റൂം കാണിച്ചു തന്നപ്പോൾ നീ എന്നെ അടിച്ച് പുറത്താക്കണല്ലേ, ഇതെന്തപ്പം നല്ല കഥയാണല്ലോ എന്ന് ചോദിക്കും. അപ്പോൾ സൂണ് പറയാം, അതങ്ങനെയല്ല, നിൻ്റെ പാരൻസ് നിനക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്നുണ്ടാവും, നീ പോകണം, നീ അവർ നിന്നെ വേണ്ടി വെയിറ്റ് ചെയ്യുന്നില്ലേ എന്ന് ചോദിക്കും. അങ്ങനെയൊന്നുമില്ല, അവർ വെയിറ്റ് ചെയ്യുന്നില്ല, അവർക്ക് അറിയാം ഞാൻ ചില ദിവസം പുറത്ത് തന്നെയാണ് താമസിക്കുക എന്നുള്ളത് അവർക്ക് അറിയാം, അതുകൊണ്ട് അവർ അത്ര വറീഡ് ആവില്ല അങ്ങനെ പറയാം. അപ്പോൾ നമ്മുടെ സൂണ് പറയും, അങ്ങനെയൊന്നുമല്ല, എന്നാലും നീ വീട്ടിൽ പോകുമെന്ന് പറയാം. അപ്പോൾ ശരി, ഓക്കെ, നിനക്ക് വേണ്ടി ഞാൻ വീട്ടിലോട്ട് പോകാം അങ്ങനെ പറഞ്ഞ് സൂണ് വന്നിട്ട് ഓങ്സ് വന്നിട്ട് വീട്ടിലോട്ട് പോകുന്നുണ്ട്. നമ്മുടെ ഓങ്സ് വന്നിട്ട് ബായ് പറഞ്ഞ് അതിനെ നേരെ കടന്നിറങ്ങാൻ പോകുന്നുണ്ട്. നമ്മുടെ ഓങ്സ് ഭയങ്കര ഹാപ്പിയാണ് കേട്ടോ, ഓങ്സിന് അതായത് സൂണിനെ കിട്ടിയാൽ. അത് കഴിഞ്ഞ് നേരെ ഹോസ്പിറ്റലിലാണ്. ഹോസ്പിറ്റലിൽ ഓങ്സിൻ്റെ കൂടെ ഓങ്സിൻ്റെ അമ്മയുണ്ട്. അവന് വന്നിട്ട് തഴുകി കൊടുത്ത് അവൻ്റെ അമ്മ ഓങ്സിൻ്റെ അമ്മ വന്നിട്ട് ഓങ്സിനെ ഇങ്ങനെ തഴുകി കൊടുത്ത് നെറ്റിയിലേക്ക് ഉമ്മ കൊടുത്ത് അവനെ ഭയങ്കര ശ്രദ്ധയോടെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഓങ്സ പെട്ടെന്ന് അവൻ്റെ കൈയിൻ്റെ വിരലുകൾ അങ്ങനെ ചലിപ്പിക്കും. അപ്പോൾ അവൻ്റെ അമ്മ ഭയങ്കര എക്സൈറ്റ് ആയിട്ട് പോയിട്ട്, ഓങ്സ നീ നിൻ്റെ വിരൽ ചലിപ്പിച്ചില്ല, നീ ഒരു വട്ടം കൂടെ ചെയ്യും അങ്ങനെ പറഞ്ഞ് അവനോട് ഭയങ്കരമായിട്ട് സംസാരിക്കും. പക്ഷേ അവനക്കൊന്നും ചെയ്യാൻ പറ്റില്ല, അവൻ കണ്ണിൽ നിന്ന് ഇങ്ങനെ കണ്ണീര് വരും. അങ്ങനെ അടുത്ത സീനിൽ കാണിക്കുന്ന നമ്മുടെ സൂണ് എണീച്ച് നേരെ നോക്കുമ്പോൾ മുന്നേത്തെ കലണ്ടർ 2008 എന്നുണ്ട്. അപ്പോൾ അവൻ പറയും, അപ്പോൾ ഇതൊന്നും സ്വപ്നമല്ലേ, അപ്പം ശരിക്കും സംഭവിച്ചതാണോ, ഇപ്പോൾ എന്താ ചെയ്യാന്നറിയില്ല. അങ്ങനെ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് കൺഫ്യൂഷനൊക്കെ ആണല്ലോ. അപ്പോൾ നേരെ താഴെ ഇറങ്ങി പോകുമ്പോൾ നമ്മുടെ ഓങ്സ ഉണ്ട് കോഫി ഷോപ്പിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ സൂൺ ചോദിക്കും, നീ എന്നും രാവിലെ നേരത്തെ വന്ന് വർക്ക് ചെയ്യുമോ? എന്നൊന്നുമില്ല, ഞാൻ ചില ദിവസം ഇങ്ങനെ നേരത്തെ കാലത്തെ വന്ന് വർക്ക് ചെയ്യും, അതാണ് എനിക്ക് ഇഷ്ടമാണ്, ഞാൻ ഒരു വലിയ ഷെഫാവുമെന്ന് എനിക്ക് തോന്നുന്നത് അങ്ങനെയാണ്. നോക്കാം, നിനക്ക് അതിനുള്ള കഴിവൊക്കെ ഉണ്ട് ഇങ്ങനെ പറയും. അപ്പോൾ സൂണിനോട് ഓങ്സ് വന്നിട്ട് ഒരു കോഫി കൈ കൊടുത്തിട്ട്, നീ ഇത് ടേസ്റ്റ് ചെയ്ത് നോക്ക്, ഇതെൻ്റെ സിഗ്നേച്ചർ ഡിഷാണ്, ഞാൻ വലിയ ഷെഫൊക്കെ ആവും, നീ വേണം നോക്കാം. അപ്പോൾ സൂണ് പറയും, ഞാൻ ഒന്നും തന്നെ ഓർഡർ ചെയ്തിട്ടില്ലല്ലോ, പിന്നെ എന്തിനാ നീ തന്നെ? അപ്പോൾ ഇത് വേസ്റ്റ് ചെയ്യണമെന്നാണ് പറയുന്നത്, നീ എനിക്ക് വേണ്ടി ടേസ്റ്റ് ചെയ്യൂലേ എന്ന് ചോദിക്കും. ഇല്ലല്ല, ഞാൻ നിനക്ക് വേണ്ടി ടേസ്റ്റ് ചെയ്യാം അങ്ങനെ പറഞ്ഞു. ഓങ്സിൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിയിട്ട് സൂണത് കുടിക്കുമ്പോൾ സൂണ അപ്പോഴും ഭയങ്കര ഒരു ആ മൊമെൻ്റ് നമുക്ക് എക്സ്പ്ലെയിൻ കൂടെ ചെയ്യാൻ പറ്റില്ല, അങ്ങനെ അവൻ കരഞ്ഞു പോവുകയാണ്. അപ്പോൾ സൂണിനോട് ഓങ്സ് പറയുന്നുണ്ട്, ഇല്ലല്ല നീ കരയണ്ട, നീ എന്തിനാ കരയുന്നത്, കുഴപ്പമൊന്നുമില്ല, എല്ലാം ശരിയാവും, ഇറ്റ്സ് ഓക്കെ, ഞാൻ സ്കൂളിൽ പോയിട്ട് വരാം അങ്ങനെ പറയുന്നുണ്ട്. അപ്പം
സോൺ ചോദിക്കുന്നത് ഇന്ന് സ്കൂൾ ലീവൊന്നുമില്ല. ഇല്ല ഇന്ന് വീക്കെൻഡ് അല്ലേ, ഹാഫ് ഡേ ആയിരിക്കും ക്ലാസ് ഉണ്ട്, ഞാൻ പോയിട്ട് വരാം. നീ ഒറ്റയ്ക്ക് ഇരിക്കുമല്ലോ, നിനക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ, ഞാൻ പോയിട്ട് വേഗം വരാം നിന്നെ കാണാൻ. അങ്ങനെ ശരി ഓക്കെ നീ പോയിട്ട് വാ അങ്ങനെ പറഞ്ഞ് അവനിക്ക് ഹാപ്പി ഡേ അതൊക്കെ വിഷ് ചെയ്തിട്ട് രണ്ട് ബായ് ഒക്കെ പറഞ്ഞ് പോകുന്നുണ്ട്. അതുകൊണ്ട് ഇന്നത്തെ എപ്പിസോഡ് തീരുന്നത്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഗൈസ്, ബൈ ബൈ.